ഹലോ എവ്രി വൺ. ഇന്ന് എനിക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട്. വേറെ ആരുമല്ല, എൻ്റെ ഐസറിലെ ഫ്രണ്ട്സ് തന്നെയാണ്, ഗിരീഷും ജോഷിയും ഉമാശങ്കറും. ഗിരീഷിനെയും ജോഷിനെ പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, എൻ്റെ നേരത്തെ വ്ളോഗ്സിലൊക്കെ ഉണ്ട്. ആൻഡ് ഉമാശങ്കറും ഇന്ന് ഇവരുടെ കൂടെ വന്നിട്ടുണ്ട്. ഇവർ വൂസ്ബർഗ് കാണാനായിട്ട് വരുവാണെന്ന് പറഞ്ഞാലും എനിക്കറിയാം എന്നെ കാണാനായിട്ട് മാത്രം ഇവിടെ ഇറങ്ങിയതാണെന്ന്. സോ ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. ബീങ് എ പേഴ്സൺ ഹൂ ലവ്സ് ടു മെയിൻറ്റെയിൻ കണക്ഷൻസ്, ഇങ്ങനെ ആൾക്കാർ എന്നെ വിസിറ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരോട് ടൈം സ്പെൻഡ് ചെയ്യാനും ഞാൻ എൻ്റെ മാക്സിമം നോക്കാറുണ്ട്. ആൻഡ് ജോഷി TK Maxxിലൊക്കെ കയറി കാര്യമായിട്ട് എന്തൊക്കെയൊക്കെ ഡ്രസ്സ് നോക്കുന്നുണ്ട്. ലാസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് കണ്ടറിയാം. അവിടെ ഡ്രസ്സിനൊക്കെ എങ്ങനെ വിലക്കുറവാണ്? ഈ ഒരെണ്ണമെങ്കിലും മേടിക്കുമെന്നാണ് പറഞ്ഞത്. അറ്റ്ലാസ്റ്റ് നമുക്ക് കാണാം ഇപ്പം മേടിക്കുന്നുണ്ടോ ഇല്ലയോ. ഒരു സാധനങ്ങൾ എനിക്കൊന്നും വാങ്ങി തന്നില്ല. എന്ത് നല്ല ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടിയെന്ന് നിങ്ങൾക്കറിയോ. ഇവർ എനിക്ക് ഫുഡ് വാങ്ങി തരാൻ പോവാണ്. രാമനാണ് ഞങ്ങളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണത്. ഞാൻ എൻ്റെ കംഫർട്ട് ഫുഡ് മാത്രമേ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ ട്രൈ ചെയ്യാറുള്ളൂ. പക്ഷേ ഇവർ പറഞ്ഞു ഇന്ന് അതിന് വ്യത്യസ്തമായിട്ട് നമുക്ക് ട്രൈ ചെയ്യാമെന്ന്. ആൻഡ് രാമൻ എനിക്കിഷ്ടമായി, പക്ഷേ എനിക്ക് പകുതിയെ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ചോപ്പ് സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ക്ലാസ്സാണ്. ഉമാശങ്കർ ഇതൊക്കെ ഉപയോഗിക്കാൻ നേരത്തെ തന്നെ അറിയാം. അവനാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചു തരുന്നത്. അവസാനം ഞാൻ ചോപ്പ് സ്റ്റിക്ക് കണ്ട് ട്രൈ ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. എന്നിട്ട് ഞങ്ങൾ ഫോർക്കൊക്കെ വാങ്ങിയാണ്, ഞാൻ ഫോർക്കൊക്കെ വാങ്ങിയാണ് കഴിച്ച അവസ്ഥ. ഒരുപാട് നേരത്തെ ട്രയലിന് ശേഷമാണ് എനിക്ക് കുറച്ചെങ്കിലും കിട്ടണത്. ആൻഡ് ഫൈനലി ഐ മാനേജ് ടു ഹാവ് സം ലിറ്റിൽ യൂസിങ് ചോപ്സ്റ്റിക്സ്. ഇനി നമുക്ക് ജോഷി തിന്നെന്ന് കാണാം ഗൈസ്. രാമൻ കഴിച്ച കടയിൽ നിന്ന് ഞങ്ങൾക്ക് ഫോർച്യൂൺ കുക്കീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ജോഷി അതൊന്നും അറിയാതെ അതിൻ്റെ പേപ്പർ സഹിതം കഴിച്ചു. ഇതിന്നത്തെ ഏറ്റവും വലിയ കോമഡി ആയിരുന്നു. അങ്ങനെ അവൻ എന്താണ് കിട്ടിയെന്ന് പോലും അറിയാൻ പറ്റിയില്ല. അടുത്ത കോമഡി ഉണ്ടായി കേട്ടോ. ഞാൻ വ്ളോഗൊക്കെ ചെറുതായിട്ട് എടുക്കാനായിട്ട് ചീപ്പായിട്ടൊരു ഗിംബൽ വാങ്ങി. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവർക്ക് ഗിംബൽ വേണം. കാരണം ഇവർ ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ഇവർക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ അത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ മീഡിയ മാർട്ടിൽ വന്ന് ഗിംബൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്താ കോമഡി പറ്റിയെന്ന് വെച്ചാൽ ഇവർ വലിയ കാര്യത്തിൽ ആ ഗിംബൽ എടുത്ത് നോക്കുമായിരുന്നു. ആ ഗിംബൽ 5 മിനിറ്റ് പോലും കഴിഞ്ഞില്ല, അതിൻ്റെ സ്ക്രൂ എന്തോ ഇളകിപ്പോയി. പിന്നെ ഇവന്മാർ കടയിൽ കൊണ്ടുപോയി പറഞ്ഞു 5 മിനിറ്റിന് മുന്നേ എടുത്തതെന്നൊക്കെ പറഞ്ഞ് അവർ റീപ്ലേസ് ചെയ്ത് കൊടുത്തു. ഇന്നത്തെ ദിവസം ശരിക്കും രസകരമായ സംഭവങ്ങൾ നിറഞ്ഞ ഒരു അടിപൊളി ദിവസമായിരുന്നു. ആൻഡ് ദിസ് ഗൈസ് മെയ്ഡ് മൈ ഡേ എന്ന് തന്നെ പറയാം. ആൻഡ് ഇതാണ് കേട്ടോ ആ ഗിംബൽ റീപ്ലേസ് ചെയ്ത് കിട്ടിയ ഗിംബൽ. പിന്നെ അതിപ്പോൾ നല്ല വർക്കിംഗ് കണ്ടീഷനിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അവരിപ്പോൾ പോവാൻ സമയമായി. സോ ഇങ്ങനെ എന്നെ കാണാനൊക്കെ വന്നിട്ട് അവർ പോകുമ്പോൾ ശരിക്കും നല്ല വിഷമമുണ്ട്. ബട്ട് സ്റ്റിൽ ഇവരിനി ഇങ്ങോട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. This day will be always in my core memory. So it's me and signing off. Bye bye. Bye.